Join the legacy of excellence at Little Flower Engineering Institute, Kalamassery, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamassery. ബിജെപിയിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിലിരുന്നുകൊണ്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന ശശി തരൂർ ഒടുവിൽ ബിജെപിയിലേക്ക് എത്താമെന്ന് വിചാരിച്ചപ്പോൾ RSS തന്നെ തരൂരിനെതിരെ രംഗത്ത് വരികയാണ്. വൈ അയാമയ ഹിന്ദുവും ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്ററുമൊക്കെ എഴുതിയ വ്യക്തിയാണ്. സംഘപരിവാർ വിരോധം മാത്രമാണ് ഈ പുസ്തക രചനകളിലൂടെ നിരന്തരമായി അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു വ്യക്തി താൽക്കാലിക ലാഭത്തിനു വേണ്ടി ബിജെപിയിലേക്ക് വരികയാണെങ്കിൽ അത് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുന്ന രീതിയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയോ ഹിമന്ത ബിശ്വ ശർമ്മയോ പോലെയല്ല. തരൂർ ബിജെപിയിലേക്ക് എത്തിയാൽ വലിയ തോതിലുള്ള എതിരഭിപ്രായം ബിജെപിക്കുള്ളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് RSSന്റെ തന്നെ ശക്തമായ എതിരഭിപ്രായം. ഇപ്പോൾ ക്രിസ്ത്യൻ സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം കത്തി നിൽക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോൺഗ്രസിനോടൊപ്പം പ്രതിഷേധവുമായി തരൂർ രംഗത്തിറങ്ങുകയാണ്. തരൂരിന് മറ്റ് വഴികളില്ല. കോൺഗ്രസ് എംപിയാണ്. ലോക്സഭയിൽ പ്രശ്നങ്ങൾ നിരവധി ഉയർത്തണം. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ അമിത്ഷാ നൽകിയ പാർലമെന്റിലെ വിവരക്കണക്കുകൾ ഓരോന്നായി പറയുമ്പോൾ തരൂർ നിർത്താതെ ഡെസ്കിൽ അടിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷത്തു നിന്നും ഒരു MP പോലും അത്തരത്തിൽ അമിത്ഷായെ പ്രശംസിച്ചിട്ടില്ല. തരൂർ മാത്രമാണ് അത്തരത്തിൽ ചെയ്തത്. താൻ എക്കാലത്തും കോൺഗ്രസിനുള്ളിലെ ഒരു തിരുത്തൽ ശക്തിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ തരൂരിന്റെ ഈ വില കുറഞ്ഞ ശ്രമം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ട് പ്രതിനിധി സംഘം ബിജെപി അയക്കുമ്പോൾ ആദ്യം കോൺഗ്രസ് തയ്യാറാക്കിയ പ്രതിനിധി സംഘത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം കോൺഗ്രസിന് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വളരെ കൃത്യമായി അറിയാം. തരൂരിനെ പോലെ ഒരു വ്യക്തി പാർട്ടിയെയോ പാർട്ടി പ്രവർത്തകരെയോ വിശ്വാസത്തിലെടുക്കുന്നില്ല. തന്റെ ഇമേജ് മാത്രമാണ് തരൂരിന് ലക്ഷ്യം. പ്രസ്ഥാനത്തോട് സ്നേഹമോ കൂറോ കാണിക്കാൻ KSU മുതലോ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലോ അതിനുവേണ്ടി പാർട്ടിയിൽ കൊടിപിടിച്ച വ്യക്തിയൊന്നുമല്ല തരൂർ. അത് എല്ലാ കോൺഗ്രസുകാർക്കും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്നത്. എന്നിരുന്നാലും പ്രതിപക്ഷത്തിന്റെ സമരങ്ങളോട് എല്ലാ രീതിയിലും അനുഭാവപൂർവ്വം പരിഗണന കാട്ടിക്കൊണ്ട് തരൂർ ഇറങ്ങുമ്പോഴും നിരവധിയായ MPമാർ പറയുന്നത് തരൂരിനെ ACC സമ്മേളനങ്ങളിൽ നിന്നും പങ്കെടുപ്പിക്കുന്നതിൽ ഒഴിവാക്കണം. കാരണം ACCയുടെ രഹസ്യ നീക്കങ്ങൾ ഓരോന്ന് നരേന്ദ്രമോദിയെ വിളിച്ചു പറയാൻ നേരിട്ടോ അല്ലാതെയോ തരൂരിന് മാർഗങ്ങളുണ്ട്. തരൂരിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും നിരവധി പേർ പറയുകയാണ്. പാർലമെന്റിനകത്ത് നടക്കുന്ന നിരവധി വിഷയങ്ങളിൽ തരൂർ പ്രതികരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രതികരിക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ BJPയെ തലോടിയും തഴുകിയുമാണ് പ്രസ്താവനകൾ പലതും നടത്തുന്നത് എന്നുള്ളത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അമിത്ഷായെ പ്രകീർത്തിച്ച് പറയുന്ന രീതിയിൽ തരൂർ വിഷയങ്ങളെ അവതരിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെ തടയുന്ന രീതിയിൽ നോക്കുകയും അതുപോലെ തന്നെ പ്രസംഗം നിർത്താൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ആംഗ്യഭാഷ കാണിക്കുകയും ചെയ്തത്. തരൂർ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തരൂരിനെ എത്രയും പെട്ടെന്ന് പ്രസ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടും. ഇപ്പോൾ തരൂരിന്റെ ലക്ഷ്യമെന്നത് കോൺഗ്രസിൽ നിന്നും സത്ത ഊറ്റിയെടുക്കുക. BJP ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അംഗബലം കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷേ തരൂർ ലക്ഷ്യം വയ്ക്കുന്നത് ഒന്നും BJP നൽകില്ല. ഉപരാഷ്ട്രപതി സ്ഥാനം ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാലും BJPക്ക് അത് വഴങ്ങിക്കൊടുക്കാൻ കഴിയില്ല. തരൂരിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഇനി പൂവണിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.